ഒരു ഫ്രഷറിനെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ അഡീഷണലി ഇപ്പോൾ ലൈവ് പ്രോജക്റ്റ് കൊടുക്കുന്നു, ഈവൻ അസൈൻമെൻറ്റ്സ് നമ്മുടെ കോഴ്സിനകത്തുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസും അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഇതെങ്ങനെ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫ്രഷറാണ്, ഒരു കോളേജ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു CV, എന്നാൽ മാത്രമാണ് എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുള്ളൂ. ഒന്ന്, ഇൻ്റർവ്യൂവിന് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടതാണ് എങ്ങനെ എന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു. അതാണ് HR പറയുന്നത്. ഇത് രണ്ടും നമ്മൾ ആദ്യം കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് സെറ്റായി, ഒരു ഇൻ്റർവ്യൂവിന് പോകാനുള്ള കാര്യത്തിൽ സെറ്റായി. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെക്നിക്കലി എത്രത്തോളം സൗണ്ടാണെന്നുള്ളത്, അതാണ് നമ്മൾ പിന്നെ ടെക്നിക്കൽ സെഷൻസ് വെക്കുന്നത്. ഓക്കെ, ടെക്നിക്കൽ സെഷൻസിൽ നിങ്ങളെപ്പോഴും ചിന്തിക്കുക വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ റെഡി ആവുന്നുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പറയാം, നമ്മൾ റിസൾട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ റിസൾട്ട് കൊടുക്കണം. ആ റിസൾട്ട് കൊടുക്കാൻ നമ്മൾ ചെയ്തു കൊടുക്കണം. പല ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാനുള്ള പേടിയാണ്. ഓക്കെ, ജോബ് കിട്ടിയിട്ട് ചെയ്യാം, ജോബ് കിട്ടണമെങ്കിൽ ഇത് ചെയ്തു തുടങ്ങണം. ഓക്കെ, അപ്പോൾ എന്തായി നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക്ഷോപ്പാണ്. അതായത് ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരുന്നത്. ഞാൻ കമ്പനിയിൽ നിന്ന കാര്യങ്ങളുണ്ട്, ഇതാണ് ഇപ്പോൾ ഒരു BOQ പ്രിപ്പയർ ചെയ്യാണ്, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇന്ന BOQ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങളോട് ഒരു ചെയ്തു. അപ്പോൾ നിങ്ങളത് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ വരും. കമ്പനിയിൽ ഒരുപാട് തെറ്റുകൾ എൻ്റർടൈൻ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ 1 or 0 ആണ്. ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നിങ്ങളിത് നമ്മളെ ക്ലാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റിയ കുഴപ്പമില്ല, നമ്മളത് കറക്റ്റ് ചെയ്ത് തരും. നിങ്ങൾ എപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളുടെ ആൾക്കാരുണ്ട്. നമ്മളുടെ ക്വാളിഫൈഡ് വർക്കിംഗ് പ്രൊഫഷണൽസ് തന്നെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? കമ്പനിയിൽ പോകണം. CV റെഡിയാണ്, HR റെഡിയാണ്, ഇൻ്റർവ്യൂവിൽ ടെക്നിക്കലി പറയാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. റെഡി ടു യൂസ് എന്ന് പറഞ്ഞ ഇതിലാണ് നിങ്ങൾ പോകുന്നത്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ആ കമ്പനിയിൽ കിട്ടും, അത് ഷുവറാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മാർക്കറ്റിൽ നോക്കുമ്പോൾ ഈ ഒരു ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞ ലെവലാണ് കൂടുതലുണ്ടാവുക. അതിൽ നിന്നൊന്ന് ടോപ്പിലേക്ക് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താ പറയുള്ളൂ ഓപ്പർച്യൂണിറ്റീസിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3000 ആൾക്കാരിൽ 3 ആൾക്കാരെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റിൽ എത്ര ആൾക്കാരുണ്ട്, അതിൽ നിന്ന് ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന കാര്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് റിസൾട്ട് വരും.